അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു ഗായ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? അതെ ഗായ്സ്, നമുക്കിന്ന് തമ്പനയിൽ കണ്ടതുപോലെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് നമുക്കൊരു പൊതിച്ചോറാക്കിയാലോ? വായോ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ഗായ്സ്, പക്ഷേ എന്ത് ചെയ്യാനാ, ആരും ഒരു ലൈക്കോ കമൻറ്റോ ഷെയറോ ഒന്നും ചെയ്യുന്നില്ല. എന്നാലും പ്രതീക്ഷയോടെ ഞാൻ വീണ്ടും വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ കാബേജ് തോരനാണ്. ചോറെടുത്തിട്ടുണ്ട്. എനിക്ക് ഇക്കാക്കും വേണ്ടിയിട്ട് മാത്രമാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ചോറും നമ്മുടെ കാബേജ് തോരനും വെച്ചു. പിന്നെ നമ്മുടെ സ്വന്തം മുട്ട പൊരിച്ചതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള മത്തങ്ങയുടെ തോല് വെച്ചിട്ടുള്ള ഒരു തോരനാണ്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളെല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ് ഈ മത്തങ്ങ തോല്. എല്ലാവർക്കും അറിയാമല്ലോ. ഞാനതൊക്കെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടിട്ടുണ്ട്. എല്ലാവരും കാണണം. കാണാത്തവരുണ്ടെങ്കിൽ ഇത് നമ്മുടെ അച്ചാറാണ്. ഇത് അച്ചാറിൻ്റെ ചാറ് മാത്രം ഞാൻ എടുക്കാൻ കാരണം ഇക്കയ്ക്ക് അച്ചാറോ പപ്പടോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ പൊതിയിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ഒരു വീഡിയോ മാത്രമേ പൊതിയുടെ എടുക്കുന്നുള്ളൂ. കാരണം വീഡിയോ അല്ലെങ്കിൽ ലോങ്ങായി പോവില്ലേ ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഇത് നമ്മുടെ ചക്ക ഇളക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ ഇതിൽ കൂട്ട് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ രസമുണ്ട്, മീൻകറിയുണ്ട്, സാമ്പാറുണ്ട്. അതൊക്കെ ഞാൻ പൊതിയാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ചക്ക ഇളക്കിയതും കാബേജ് തോരനും അച്ചാറും പപ്പടവും മീൻ വറുത്തതും എന്താ പറയുന്നത് നമ്മുടെ മത്തങ്ങ തോല് കൊണ്ടുള്ള തോരനും മീൻ മൊത്തോലിയുണ്ട്. നമ്മുടെ പാരയാണ്, കുഞ്ഞു പാരയാണ്. അതും എല്ലാം കൂടെ വെച്ച് ഞാൻ പൊതിയാക്കി എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഇക്ക പുറത്ത് പോയിരുന്നു. ഇക്ക വന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇക്ക നമുക്ക് പൊതിച്ചോറാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ. അങ്ങനെ ഇക്ക വന്നത് പൊതിയൊക്കെ തുറന്ന് നോക്കി അങ്ങനെ കഴിക്കുവാണ്. നല്ല ടേസ്റ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വാഴയിലയൊക്കെ വാട്ടിയെടുത്ത് അതിൽ ചോറൊക്കെ പൊതിഞ്ഞ് നമ്മുടെ ഇപ്പുറത്തെ അടുത്ത വീട്ടിലെ വാഴയാണ്. ഇത് എൻ്റെ വീട്ടിലുള്ളതല്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇല പറിച്ചെടുത്തതാണ്. ഇക്ക രാവിലെ എടുത്ത് തന്നു, ഞാൻ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി ഉണക്കി അതിനെ വാട്ടിയെടുത്ത് അതിലേക്ക് ഞാൻ ചോറ് പൊതിഞ്ഞെടുത്തതാണ്. കത്രിക വേണം. അപ്പോൾ അത് മീൻ കറിയാണ്. അപ്പോൾ ഞാൻ കവറിൽ തന്നെ കെട്ടി വെച്ചു കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ കത്രികയൊക്കെ എടുത്ത് കൊടുത്ത് ഇക്ക ട്രൈ ചെയ്തത് പൊട്ടിക്കാൻ പറ്റിയില്ല. പിന്നെ കത്രിക എടുത്ത് കൊടുത്ത് ഇങ്ങനെ പൊടിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊതിച്ചോറ് എനിക്ക് സാധാരണ പുറത്ത് പോയിട്ട് ഊണൊന്നും കഴിക്കുന്നതിന് വലിയ താല്പര്യമില്ല. പുറത്ത് പോയി കഴിച്ചാണെങ്കിൽ എനിക്ക് ബിരിയാണി തന്നെ വേണം. പക്ഷേ എന്താ പറയുക, പൊതിച്ചോറിന് നല്ലാത്ത ടേസ്റ്റാണ്. മുമ്പ് ഒരു പൊതിച്ചോറ് ഞാൻ കഴിച്ചിരുന്നു. എൻ്റെ നാത്തൂൻ കൊടുത്തയച്ചിട്ട് അടിപൊളിയായിരുന്നു. അവൾ മോന് ചോറ് കെട്ടും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം പൊതിച്ചോറ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ വെച്ചുള്ള സാധനം വെച്ച് മീൻ കറിയും എന്താ പറയുന്നത് സാമ്പാറും രസവും ഒക്കെ ആയിട്ട് തൈരൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ധാരാളമാണ്. എന്തിനാ ഒരുപാട് കറികൾ. ഇപ്പം അങ്ങനെ ഞാനും കഴിക്കുവാണ്. ഇക്കടെ പൊതിയും തുറന്നു വെച്ചിക്ക കഴിക്കുന്നുണ്ട്. എൻ്റെ പൊതിയോടെ വെച്ചിട്ട് ഞാനിരുന്ന് ചോറ് കഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുവാണ് കേട്ടോ ഗൈസ്. വളരെ ടേസ്റ്റി ആയിരുന്നു. എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. വല്ലൊരു ഹാപ്പിനെസ്, ഒരു പീസ്ഫുള്ളും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട്. പിന്നെ വൈകുന്നേരം ചായ കുടിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും, ബായ്.